ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ഫുൾ മൂൺ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് രീതിയിലുള്ള പരിവർത്തനമാണ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് മെസ്സേജ് കാണാൻ സാധിക്കുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചിട്ടും അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഈ ഒരു ഫുൾ മൂണിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിലുള്ള പരിഹാരം സഡനായിട്ട് ലഭിക്കുന്നതായിട്ട്, അതായത് നിങ്ങൾ ചുമ്മാ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു തോട്ട്സ് നിങ്ങളുടെ മനസ്സിൽ വരും. അപ്പോൾ അത് ഈ ഒരു പ്രശ്നം റിലേറ്റഡ് ആയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഈ ഒരു ഇത് മതിയല്ലോ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ആവാൻ. അങ്ങനെ സഡനായിട്ട് എന്തെങ്കിലും ഒരു തോട്ട്സ് നിങ്ങളുടെ മനസ്സിൽ വരും. അത് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പരിഹാരം ഈ ഫുൾ മൂണിന് മുമ്പെയോ ശേഷമോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എല്ലാവരും ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തോട്ട്സ് വരത്തില്ല. ഒറ്റയ്ക്ക് ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ തോട്ട്സ് വരുന്നത്. ആ ഒരു തോട്ട്സ് നിങ്ങളുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ആക്കുന്ന രീതിയിൽ, അതായത് നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചാൽ പിന്നെ നിങ്ങളുടെ ലൈഫ് സ്മൂത്തായി പോകത്തില്ലേ. അപ്പോൾ ഈ ഒരു ഫുൾ മൂണിന് ശേഷമോ അതോ മുമ്പെയോ നിങ്ങളുടെ പ്രശ്നത്തിലുള്ള പരിഹാരം നിങ്ങളെ തേടി, നിങ്ങളുടെ ആ ഒരു വിചാരത്തിലൂടെ നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ എന്തോ ഒരു പ്രോബ്ലം അവസാനിക്കാൻ പോകുന്നത്, അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കോൺഫ്ലിക്റ്റ് അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വിരോധമായിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആ ഒരു കാര്യങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വിരോധമായിട്ട് എന്ത് കാര്യങ്ങളാണോ സംഭവിച്ചുകൊണ്ടിരുന്നത് അത് നിങ്ങൾക്ക് പക്ഷമാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി എന്തെങ്കിലും ഡ്രാമ ക്രിയേറ്റ് ആവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ വർക്ക് പ്ലേസിലോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോ എന്ത് ആയിക്കൊള്ളട്ടെ അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ട്, കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേവർ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ മനസ്സ് ശാന്തമാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിച്ചുകൊണ്ടിരുന്ന ആ ഒരു വിഷമം അവസാനിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളെ സെൻട്രലിൽ വച്ചിട്ട് നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒത്തിരി അപ്രീസിയേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്രീസിയേഷൻ മാത്രമല്ല, നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ വലിയ രീതിയിൽ ഒരു റീകവറി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ ഒരു വലിയൊരു റിക്കവറി ഉണ്ടാകുന്നത് ഒന്നുകിൽ ഫുൾ മൂണിന് മുന്നേയുള്ള 10 ദിവസത്തിനുള്ളിലായിരിക്കാം, അല്ലെങ്കിൽ ഫുൾ മൂണിന് ശേഷമുള്ള 10 ദിവസത്തിനുള്ളിലായിരിക്കാം. ഇവിടെ എന്തായാലും ഒരു റീകവറി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിലോ, അതായത് ക്യാഷ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി, നിങ്ങൾക്ക് കളവ് ഉണ്ടായി, നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് നഷ്ടപ്പെട്ടു, അങ്ങനെ ഉണ്ടെങ്കിലോ ഒരു റീകവറി നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് തിരിച്ച് തരുന്നില്ലായിരിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് റിക്കവറി ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ നഷ്ടം നികത്താനുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും റീകവറിക്ക് വേണ്ടി നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ. എന്ത് കാര്യത്തിലായിക്കൊള്ളട്ടെ അതിൽ റീകവറി നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ചില ആൾക്കാർക്ക് ചില വ്യക്തികളുമായിട്ടുള്ള ആ ഒരു ബന്ധം നല്ല രീതിയിലല്ലായിരിക്കും പോകുന്നത്. ഹസ്ബൻഡ് വൈഫും പ്രശ്നം, അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നം, അല്ലെങ്കിൽ അമ്മയും മോനും തമ്മിലുള്ള പ്രശ്നം, എന്തായിക്കൊള്ളട്ടെ അവിടെ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില സമയം നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഞാനും അവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന്. നിങ്ങളിങ്ങനെ ചിന്തിക്കുന്ന സമയത്തായിരിക്കും സഡനായിട്ട് ആ വ്യക്തിയുടെ കോള് വരുന്നത്. നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ഇവിടെ നിങ്ങൾ തമ്മിൽ എത്ര തന്നെ പ്രശ്നമുണ്ടായാലും, എത്ര തന്നെ വാക്കുകൾ തമ്മിലുള്ള ആ ഒരു വഴക്കുണ്ടായാലും, എല്ലാത്തിലും നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ടുപേരും ഒരു രീതിയിലും ചേർന്ന് പോകാത്ത അവസ്ഥയായിരിക്കും. പക്ഷേ അവരുടെ ആ ഒരു കോള് വരുമ്പോൾ എല്ലാം മറക്കുന്നതായിട്ട്, അല്ലാതെ അതുവരെ അവരോടുണ്ടായിരുന്ന ആ ഒരു ദേഷ്യവും വിഷമവും എല്ലാം മാറി സ്നേഹത്തോടെ സംസാരിക്കുന്ന അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ഇവിടെ ഒരു തുടക്കത്തിന് വേണ്ടിയായിരിക്കും കുറച്ച് താമസം. ആ തുടക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായിരിക്കും എല്ലാം അവസാനിക്കുന്നത്. ഇവിടെ ഫുൾ മൂണിന് ശേഷം നിങ്ങൾക്ക് റീകവറി ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഒരു റീകവറി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു റീകവറി നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും ഹെൽത്ത് റിലേറ്റഡായിട്ട് ഭയങ്കരമായിട്ട് വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽത്തും ഒരു മാറ്റം ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ വയറ് സംബന്ധമായിട്ട് പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നു, എപ്പോഴും കിടക്കുക, അതായത് ബാക്ക് പെയിൻ ഉണ്ടാകുന്നു, കാലുവേദന, കൈവേദന, ക്ഷീണം, എപ്പോഴും കിടക്കുന്ന അവസ്ഥ, അതിലും നിങ്ങൾക്കൊരു റിക്കവറി ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ ഫുൾ മൂണിന് ശേഷമോ അല്ലെങ്കിൽ ആദ്യമോ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ നിങ്ങൾ എന്താണോ പറയുന്നത് അത് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ പറയുന്നത് അത് ശ്രദ്ധാപൂർവം പറയുകയും ചിന്തിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ദുരുപയോഗമായിരിക്കും ഉണ്ടാവുന്നത്. സതുപയോഗം ഉണ്ടാവണമെങ്കിൽ നല്ലത് മാത്രം ചിന്തിക്കുകയും പറയുകയും ചെയ്യുക. ഇവിടെ ഒരു കാര്യത്തിനും ഒരു തിടുക്കം പാടില്ല. പെട്ടെന്ന് ചെയ്യാം, എവിടെ പോകുന്നെങ്കിലും പെട്ടെന്ന് പോയിട്ട് വരാം, പെട്ടെന്ന് അങ്ങനെ എല്ലാം സമാധാനപരമായിട്ട് ചെയ്യാം. നിങ്ങൾ എവിടെയെങ്കിലും ദൂരയാത്രയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ രാത്രി സമയമാകുമ്പോൾ ഉറക്കം വരുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം വണ്ടി ഓടിക്കാം. അല്ലാതെ തിടുക്കപ്പെട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ. ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾ അര ദിവസം കൊണ്ട് ചെയ്യാൻ ശ്രമിക്കേണ്ട. സമയത്തിനനുസരിച്ച് ആ കാര്യം നടക്കട്ടെ എന്ന് വിചാരിക്കുക. അല്ലാതെ ഒരു തിടുക്കം നിങ്ങൾ ഈ ഒരു സമയം കാണിക്കേണ്ട എന്നാണ് ഗൈഡൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. എന്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് വളരെയധികം നോക്കി കണ്ട് ചെയ്യണം, തിടുക്കം കാണിക്കരുത്. ചിലപ്പോൾ നമ്മുടെ ആ ഒരു തിടുക്കം കാരണം എന്തെങ്കിലും ഫോൾട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു സമയം ഭയങ്കരമായിട്ട് നിങ്ങൾ എല്ലാത്തിനും ഒരു തിടുക്കം കാണിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ പറയുന്നത്. ഈ സമയം നിങ്ങൾക്ക് 555-ൻ്റെ എനർജി, 233-യുടെ എനർജി, 232-ൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കും. ചില ആൾക്കാർക്ക് 144 ആ രൂപത്തിലായിരിക്കും എനർജി കാണാൻ സാധിക്കുന്നത്. എന്തോ ആരുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും വീട് വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആ വീട് വാങ്ങിക്കുന്ന കാര്യത്തിൽ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ലൈഫിൽ എന്തോ വലിയൊരു സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒന്നുകിൽ വീട് അല്ലെങ്കിൽ വസ്തു വാങ്ങിക്കാനുള്ള കാര്യങ്ങളായിരിക്കാം. എന്തായാലും അതിലൊരു സപ്പോർട്ട് ഒരു വ്യക്തിയുടെ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇത് രണ്ടും അല്ല എങ്കിൽ നിങ്ങൾ വീട് ഷിഫ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജോബ് മാറുന്നതിനെക്കുറിച്ച്, ട്രാൻസ്ഫർ, അങ്ങനെ എന്തോ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും നിങ്ങളുടെ ആ ഒരു തോട്ട്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ ഒത്തിരി ഗുണം ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയുള്ള വഴികൾ ഉറപ്പായിട്ടും തുറക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് തൊട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇതേപോലെ ടാരോ റീഡിംഗ് പോലെ ഷോർട്സ് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഈ ഒരു ഫുൾ മൂണിന് ശേഷം നിങ്ങൾ വീടാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ വസ്തുവാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബഡ്ജറ്റിനനുസരിച്ച് വീടോ വസ്തുവോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കും പോലുള്ള ആ ഒരു സാഹചര്യം അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, ശാന്തത വേണം, സമാധാനം വേണം, നല്ല ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു വീട് വയ്ക്കേണ്ട ആ ഒരു സ്ഥലത്തായാലും വീട്ടിനായാലും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന രീതിയിലുള്ള സ്ഥലമോ വീടോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു വസ്തു എന്ന് പറയുന്നത് അത്രമാത്രം നിങ്ങൾക്ക് ശുഭമായിരിക്കും. നിങ്ങൾക്ക് അവിടെ കാല് വയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് നല്ലൊരു വസ്തുവാണ് എന്നുള്ള തോട്ട്സ് നിങ്ങളുടെ ഉള്ളിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് കാല് വയ്ക്കുമ്പോൾ ഒരു ശുഭമായിട്ടുള്ള സൂചനയാണ് ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ ഈ ഒരു വസ്തു നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് എന്ന്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ ഡിവൈൻ ടൈമാണ് ഇത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ പോവുകയാണ്. കാരണം 1 നമ്പറിൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ ഇൻഫിനിറ്റിയുടെ ആ ഒരു സൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് രണ്ടും ഇല്ല എങ്കിൽ കൊടി നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധാപൂർവം വയ്ക്കുക. എന്ത് സൈൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതിൽ നിങ്ങൾ ദുഃഖിക്കരുത് ഒരിക്കലും. അയ്യോ ഈ സൈൻ കണ്ടതുകൊണ്ട് എനിക്ക് ലൈഫിൽ മോശം സംഭവിക്കും, അങ്ങനെയൊന്നും ആലോചിച്ച് ദുഃഖിക്കരുത് നിങ്ങൾ. ഇവിടെ സ്ഥിതികൾ ഇങ്ങനെ ഉണ്ടാവുകയാണ്, നിങ്ങളുടെ ലൈഫ് തന്നെ നല്ല രീതിയിൽ മാറുന്ന രീതിയിലുള്ള സ്ഥിതികൾ ഉണ്ടാവുകയാണ്. വളരെ ശുഭമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
നിങ്ങൾക്ക് ജോബ് ഇല്ലെങ്കിൽ ജോബ് ലഭിക്കുക, പ്രമോഷൻ നിങ്ങൾക്ക് ലഭിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതുകൂടാതെ നിങ്ങളുടെ പിതാവ് സമാനമായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ബന്ധം നല്ലതായിട്ട് വരിക. ഇവിടെ മുന്നേയൊക്കെ സമയം പോകുന്നതനുസരിച്ച് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുമായിട്ട് നല്ല രീതിയിലൊരു ബന്ധം വയ്ക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചില്ല. എപ്പോഴും വഴക്കാകുന്ന സാഹചര്യമൊക്കെ ആയിരുന്നു ഉണ്ടായത്. പക്ഷേ ഇനി അങ്ങനെ ഒരിക്കലും ഉണ്ടാവത്തില്ല. ഇവിടെ എന്തായാലും നിങ്ങളുടെ ബന്ധത്തിലൊരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്ത് തെറ്റിദ്ധാരണയാണോ നിങ്ങൾക്കിടയിലുള്ള അതെല്ലാം മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. സണ്ണിൻ്റെ ആ ഒരു വർഷമാണ് ഈ ഒരു വർഷമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ബലം തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു വർക്ക് കൂടിയാലും നിങ്ങൾക്ക് ആ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ബലം നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സമാധാനപരമായിട്ടിരിക്കുക. കൊടിയുടെ ആ ഒരു എനർജി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫിൽ നല്ലത് വരാൻ പോകുമ്പോഴാണ് കൊടിയുടെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിലൊരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്ത് നല്ല കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളുടെ ആ ഒരു ഹൃദയം നിങ്ങളോട് പറയും നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമാണ്, നിങ്ങൾ മുന്നോട്ട് പോകും, ഇതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു തോട്ട്സ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. ഇവിടെ സ്വപ്നത്തിലൂടെയും നിങ്ങൾ എന്താണോ ജോലി ചെയ്യുന്നത് അതുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഗ്രീൻ കളർഫുള്ളായിട്ട് കാണാൻ സാധിക്കും. അതായത് വൃക്ഷങ്ങൾ, ചെടികൾ, ഗ്രീൻ കളർഫുള്ളായിട്ട് നിങ്ങൾക്ക് ആകർഷണം ഉണ്ടാകും. ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ നല്ലത് സംഭവിക്കാൻ പോകുന്നു എന്നതിനുള്ള സൂചനയാണ്. ഇവിടെ നിങ്ങൾ എന്ത് സക്സസിൻ്റെ പിറകെയാണോ നിങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് ആ ഒരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളൊരു സ്റ്റാറായി മാറും. അതായത് നിങ്ങളിപ്പോൾ എന്ത് വർക്കാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൊരു സക്സസിൻ്റെ പിറകെ നിങ്ങളിപ്പോൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ സക്സസ് കൈവരിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു സക്സസ് നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചപ്പോൾ കുറേ ആൾക്കാർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ പിറകിലോട്ട് വലിക്കാൻ ശ്രമിച്ചു. പക്ഷേ നിങ്ങൾ അതൊന്നും കേട്ടില്ല. ഇവിടെ നിങ്ങൾ എന്ത് യോജനകൾ ചെയ്താലും അതിനെ ആരും അറിയാതെ ഹൈഡാക്കി വെക്കണം. കാരണം പല കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾ പുറത്ത് പറയുമ്പോൾ അവർ നിങ്ങളുടെ ആ ഒരു പ്ലാനിങ്ങിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങൾ വിചാരിക്കും എല്ലാവരും നിങ്ങളുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് റിലേറ്റഡായിട്ട് എന്തൊക്കെ പ്ലാനിങ് ചെയ്യുന്നുണ്ടോ അത് ആരോടും പറയാതെ ഹൈഡാക്കി തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. എല്ലാം നടന്നിട്ട് പറയാം നിങ്ങൾക്ക്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി എന്ത് പ്ലാനിങ് ആണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ദൈവവും നിങ്ങൾക്ക് വേണ്ടി പല പ്ലാനിങ്ങും ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ മനസ്സും ശരീരവും പ്രസന്നമാകുന്ന രീതിയിലൊരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് 8 ദിവസത്തിനുള്ളിൽ എന്തോ ഒരു ഗുഡ് ന്യൂസ് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ വളരെ നല്ലൊരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സഡനായിട്ട് ഇങ്ങനൊരു ട്രാവൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുകയാണ്. ആ ഒരു ട്രാവൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സമയത്തിൻ്റെ ഇത്രയും നല്ല ആ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് സമയം നിങ്ങളുടെ പക്ഷത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏതെങ്കിലും രീതിയിൽ ക്യാഷ് റിലേറ്റഡായിട്ട് ലാഭം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒന്നുകിൽ നിങ്ങൾ ഒരു വീട് വാങ്ങിക്കും അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിക്കും, അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് വീടും സ്ഥലവും നിങ്ങൾക്ക് ശരിയായൊരു പ്രൈസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും നിങ്ങൾക്ക് ഒരു ഉപയോഗം ഉണ്ടാവുന്നതായിട്ട് ശരിയായ ഒരു ഉപയോഗം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളെക്കൊണ്ട് ദൈവം എന്തോ ഒരു പർച്ചേസ് ചെയ്യുന്നതായിട്ട് ആ ഒരു പർച്ചേസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇന്ന് മാത്രമല്ല നാളത്തേക്ക് നല്ലൊരു ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് നിങ്ങളുടെ ഭാവിയിലും നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ രീതിയിലുള്ളൊരു പർച്ചേസാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, സിറ്റുവേഷൻസ് നിങ്ങളുടെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതായിട്ടാണ്. നിങ്ങളൊരു പർച്ചേസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഭാവിയിൽ നല്ലൊരു ആ ഒരു ലാഭം അതിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ എന്ന് യൂണിവേഴ്സിനറിയാം. അപ്പോൾ സിറ്റുവേഷൻസ് അങ്ങനെ ക്രിയേറ്റ് ആക്കി നിങ്ങളെക്കൊണ്ട് ആ ഒരു പർച്ചേസ് ചെയ്യിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചർ വളരെ നല്ലതാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് ലാഭദായകമായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ആ ഒരു ഗോൾഡൻ ടൈം ഇപ്പോൾ സ്റ്റാർട്ട് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ഗോൾഡൻ ടൈം അല്ല എന്നാണ്. പക്ഷേ ഇത് ഗോൾഡൻ ടൈം ആണ് എന്ന് നിങ്ങളുടെ ലൈഫിൽ പല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഫേവർ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത്. ഇവിടെ ദൈവത്തിൻ്റെ ആ ഒരു കൃപ കൊണ്ട്, ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു കൃപ കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ സംഘർഷങ്ങൾ കുറവാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഹാപ്പിനെസ് നിങ്ങൾക്ക് കൂടുതലായിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ സംഘർഷങ്ങൾ കുറയുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഇങ്ങനെ തോന്നും, ഫിഷിന് ഫുഡ് കൊടുക്കണമെന്ന്. അങ്ങനെ നിങ്ങൾ തോന്നുമ്പോൾ തന്നെ നിങ്ങളത് ചെയ്യണം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാകും, നിങ്ങളുടെ ആ ഒരു ചെരുപ്പ് കാണാതായി പോകും. അതായത് നിങ്ങൾ എവിടെയെങ്കിലും ചെരുപ്പ് കൊണ്ട് ഇടും, എന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ അമ്പലത്തിലായിരിക്കാം, ചെരുപ്പ് ഇട്ടിട്ട് തൊഴാൻ പോകും, തിരിച്ച് വരുമ്പോൾ ചെരുപ്പ് കാണത്തില്ല. അങ്ങനെ ഇതല്ല എങ്കിൽ ഒരു വ്യക്തി നിങ്ങളോട് ഇങ്ങോട്ട് വന്ന് പറയും, എനിക്കൊരു ചെരുപ്പ് വാങ്ങിത്തരുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങളത് വാങ്ങിക്കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ ഒരു കൃപ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുക, ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സംഘർഷങ്ങൾ കുറയുകയാണ് ചെയ്യുന്നത്, കൂടുകയല്ല ചെയ്യുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് ചാബി, പൂട്ടിൽ നിന്ന് ചാബി തുറക്കുന്നതായിട്ട്, ലോക്ക് തുറക്കുന്നതായിട്ട് അത് സ്വപ്നത്തിൽ കാണുകയോ അല്ലെങ്കിൽ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുകയോ ചെയ്യുന്നെങ്കിൽ അതും നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ഉദയം ഉണ്ടായിക്കഴിഞ്ഞു എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ വളരെ പെട്ടെന്ന് ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, അങ്ങനെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് ലഭിക്കുമ്പോൾ നിങ്ങളുടെ നെഗറ്റിവിറ്റി അവസാനിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ പ്രശ്നങ്ങൾക്ക് ഉള്ള പരിഹാരത്തിലേക്ക് നിങ്ങളുടെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കാര്യങ്ങളിൽ പരിവർത്തനം ഈ രീതിയിൽ സംഭവിക്കും. അത് നോട്ടീസ് ചെയ്യുന്ന രീതിയിലായിരിക്കും സംഭവിക്കുന്നത് ആൾക്കാർ. അതായത് നമ്മൾ സ്വയം പറയും, എൻ്റെ ജീവിതത്തിൽ ഈ രീതിയിൽ ഒരു പരിവർത്തനം ഉണ്ടായി, ഞാൻ അങ്ങനെ ഈ ഒരു കാര്യം ചെയ്തു എൻ്റെ ലൈഫിൽ. അങ്ങനെ നിങ്ങൾ സ്വയം പറയും. ഇവിടെ ഫുൾ മൂണിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്നതായിട്ട്, അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് വർക്കഹോളിക് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അങ്ങനെ വർക്കഹോളിക് ആവാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്ലാനിങ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇങ്ങനെയെന്നും പറഞ്ഞ് ഒറ്റ സമയം കൊണ്ട് രണ്ട് ആൾക്കാരുടെ ജോലി നിങ്ങൾക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നു എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രഷർ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. നിങ്ങൾ മനസ്സറിഞ്ഞ് തന്നെ വർക്കഹോളിക്കായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട്, നിങ്ങൾ എന്തെങ്കിലും രീതി നിങ്ങളുടെ ജോലിയിൽ ചെയ്യുന്നതായിട്ട്, ആ രീതി നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതായിട്ട്. അതായത് ചില ആൾക്കാർ അവരുടെ വർക്കിൽ എന്തെങ്കിലും ടെക്നിക്ക് യൂസ് ചെയ്യത്തില്ലേ, ആൾക്കാർക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ വേണ്ടി, അങ്ങനെ എന്തൊക്കെയോ രീതികൾ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ബുദ്ധി ഭയങ്കരമായിട്ട് ഷാർപ്പായതുകൊണ്ട് തന്നെ ഒരു സമയം നിങ്ങൾക്ക് 1, 2, 3, 4 കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും സക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പക്ഷെ എന്തായാലും ജോലിയുടെ ആ ഒരു ഭാരം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില ആൾക്കാർക്ക് സൗന്ദര്യം ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു ഗ്ലോ നിങ്ങളുടെ മുഖത്ത് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ജോലിയുടെ ആ ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ പോലും ആ ഒരു ജോലിയൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഹെൽത്ത് റിലേറ്റഡായിട്ടും മാറ്റം ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒന്നിനും ഒരു തിടുക്കം വേണ്ട, അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. നിങ്ങൾ എന്ത് കാര്യത്തിനായാലും തിടുക്കം കാണിക്കുമ്പോൾ നിങ്ങളുടെ വർക്ക് വളരെ ഡിലേ ആയി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒന്നിലും ഒരു തിടുക്കം കാണിക്കാൻ പാടില്ല നിങ്ങൾ. പിന്നെ ഒരു കാര്യം, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് റിയാക്ഷൻ വേണ്ട എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ആംഗ്രി ബേർഡായിട്ട് ഒരിക്കലും മാറരുത്, ശാന്തമായിട്ടിരിക്കുന്ന ആളായിട്ട് മാറുക നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ സമയം നല്ലതായിട്ട് മാറുകയാണ്. അതിൻ്റെ ആ ഒരു ലാഭം നിങ്ങൾ എടുക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾ പല ആൾക്കാർക്കും നിങ്ങളുടെ സന്തോഷത്തിൽ ആരുടെയെങ്കിലും കണ്ണ് പെടുമോ എന്നുള്ള പേടി ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. ദൈവം നിങ്ങളുടെ ആ ഒരു പ്രൊട്ടക്ഷൻ നടത്തുന്നുണ്ട്. ഇവിടെ എനിക്കറിയാം, ഇതിന് മുന്നേ നിങ്ങൾ ഇതേപോലെ വളരെയധികം സന്തോഷിച്ചൊരു നിമിഷം നിങ്ങളുടെ സന്തോഷം ആരോ തള്ളിക്കിടത്തി, അതിനുശേഷം നിങ്ങൾക്ക് പേടിയാണ്. അപ്പോൾ ഒരു പാറ്റേൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾക്ക്. അതായത് നിങ്ങൾ എപ്പോഴൊക്കെ സന്തോഷിക്കും അപ്പോഴെല്ലാം നിങ്ങൾക്ക് അത് ദുഃഖിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. പക്ഷേ ഇനി അങ്ങനെ ഒരിക്കലും ഉണ്ടാവത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ ഇനി നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിൻ്റെ ആ ഒരു കൃപ നിങ്ങളുടെ മേലില്ലേ, പിന്നെ എന്തിന് നിങ്ങളിങ്ങനെ വിഷമിക്കണം? ഇവിടെ ഡിവൈൻ ടൈം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ വിചാരിക്കും ഇത് എൻ്റെ ഭാഗ്യത്തിൽ എഴുതിയിട്ടില്ല എന്ന്. പക്ഷേ ഭാഗ്യത്തിൽ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. നിങ്ങളുടെ ആ ഒരു ഭാഗ്യം അത് നിങ്ങൾക്ക് കൊണ്ടു തരാനാണ് എഴുതിയിട്ടുള്ളത് എങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ സഡനായിട്ടൊരു ട്രാവൽ, സഡനായിട്ടൊരു ഷിഫ്റ്റ്, സഡനായിട്ട് ഒരു ചേഞ്ച്, അതായത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ സഡനായിട്ടുള്ള ആ ഒരു നല്ല കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. അങ്ങനെ ഒരു ഭാഗ്യത്തിൻ്റെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ പ്രൊട്ടക്ഷൻ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ ചില ആൾക്കാർ നിങ്ങളുടെ മോശം വരണമെന്ന് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലൈഫിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തേക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ മേൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നില്ല ഇപ്പോൾ. ഇവിടെ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നൊന്നും നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബവുമായിട്ട്. അതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പോൾ. ഇവിടെ പ്ലാനിങ് എത്ര തന്നെ നടന്നാലും രക്ഷ ചെയ്യാൻ ഈശ്വരൻ ഒരാളുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് ഭയക്കണം? കാരണം ഈശ്വരൻ നമ്മുടെ മുന്നിൽ ഒരു പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുമ്പോൾ ആരുടെ പ്ലാനിങ്ങും നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങളുടെ വീട്ടിനടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിലോ ആരോ ഇങ്ങനെ പ്ലാനിങ് ചെയ്യുന്നു നിങ്ങൾക്ക് നഷ്ടമുണ്ടാവാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാനിങ് ചെയ്യുന്നവർക്ക് നിങ്ങൾ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുക. ഈശ്വരനുണ്ടല്ലോ അവർക്ക് മറുപടി കൊടുക്കാനായിട്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ്സോ സക്സസ്സോ ഉണ്ടാകുന്നവർക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്തായാലും അവരുടെ ആ ഒരു പ്ലാനിങ് അവർക്ക് തന്നെ മോശമായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മോശം വരാൻ വേണ്ടി അവർ പ്ലാനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നോട്ടീസ് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കും. നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ അത് മോശമായിട്ട് വരുമെന്ന്. അങ്ങനൊരു നോട്ടീസ് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് കൊടുക്കും. പക്ഷെ അവർ അത് മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ നിങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട. നിങ്ങൾ മിണ്ടായിരുന്നാൽ പോലും അവർ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫലം അവർക്ക് ലഭിക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളൊന്നും പറയാതെയും പ്രവർത്തിക്കാതെ തന്നെ അവർക്ക് ശിക്ഷ ലഭിക്കുന്നതാണ്. ഇവിടെ ഒരു ദുഃഖവും നിങ്ങൾക്കിനി ഉണ്ടാവാൻ പാടില്ല. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ബ്ലെസ്സിങ് ആണോ എന്തൊക്കെ നല്ലതാണോ ലഭിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ലഭിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. എത്ര ദേഷ്യം വന്നാലും അത് കൺട്രോൾ ചെയ്ത് പോവാൻ നിങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ കാണാൻ സാധിച്ചത്. നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഫുൾ മൂണായിട്ട് എന്തൊക്കെ നല്ലതാണ് സംഭവിക്കാൻ പോകുന്നത് നോക്കുമ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ much.